ഞാൻ നിൽക്കുന്നത് നമ്മളുടെ പൂങ്കുന്നം ശിവക്ഷേത്രം മൈതാനിയിലാണ്. പുലിയിറക്കം സ്വരാജ് റൗണ്ടിൽ നിന്ന് തുടങ്ങി പുലികളെ അണിയിച്ചൊരുക്കി സംഘാടകരും മറ്റുള്ളവരൊക്കെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ ഒരു കുഴിമണ്ണ് മുകളിലേക്ക് വാരിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ താഴത്ത് വന്ന് വീഴില്ല എന്ന ആ ഒരു കണ്ടീഷനിൽ ആഭാലവൃത്തം ജനങ്ങൾ അങ്ങനെ തിങ്ങിക്കൂടിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുലികളങ്ങനെ ഇപ്പം എൻ്റെ വണ്ടിയുടെ കളർ പോലെ തന്നെ മഞ്ഞ കളറ് ഉള്ള പുലികളാണ് കൂടുതലായി ഞാൻ കണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തോ ഒരു കൗതുകം ഉണർത്തുന്നതായിട്ട് എനിക്ക് തോന്നിച്ചു. ഇങ്ങനെ പുലികളൊക്കെ സ്വരാജ് റൗണ്ടിലേക്ക് കയറുന്നതിന് വേണ്ടി വളരെ ഇവരുടെ എല്ലാ സന്നാഹങ്ങളും എടുത്തുകൊണ്ട് ഭാവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും എടുത്തുകൊണ്ട് അവരങ്ങനെ സ്വരാജ് റൗണ്ടിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ അവസാനം മിനുക്കുപണി എന്ന നിലയിൽ അവരുടെ ചിലങ്കകളും അവരുടെ മണികളും ഒക്കെ ആട്ടി അവർ മറ്റുള്ളവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു വർണ്ണശബളിമയാർന്ന യാത്രയാണ് നമ്മളീ കാണുന്നത്. അവരെല്ലാവരും ഒരിക്കൽ കൂടി തങ്ങളുടെ സൗഹൃദം പങ്കിട്ടുകൊണ്ട് ഇനി റൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പല സ്ഥലങ്ങളിലും ജഡ്ജസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ മാർക്ക് ഇടുന്നത് തന്നെ ഒരു ഡിസിപ്ലിൻ നോക്കിയിട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണിച്ചു പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ഡിസിപ്ലിൻ അവിടെ ഏറ്റവും വളരെ അത്യന്താപേക്ഷിതമാണ്. അവരുടെ അച്ചടക്കം, അവരുടെ മണികൾ, അല്ലെങ്കിൽ അവരുടെ വേഷഭൂഷാദികൾ ഇതെല്ലാം അത് മാറ്റിയൊരിക്കുന്നതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജഡ്ജസിൻ്റെ മുന്നിൽ അതെല്ലാം വളരെ വലിയൊരു കാര്യങ്ങളാണ്. അവർ ഇങ്ങനെ താളം പിടിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാലും അവർ ശക്തമായിട്ട് നോക്കുന്നത് ഇവരുടെ ഡിസിപ്ലിൻ അഥവാ ആ പുലിക്ക് അല്ലെങ്കിൽ പുലിയുടെ ടീം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. വീണ്ടും റൗണ്ടിലത്തെ മറ്റൊരു ടീമാണത്. അവരും അതുപോലെ തന്നെ പല കളറുകളുണ്ട്. ഇതിൽ കാണുന്നത് കുറച്ച് റോസ് മഞ്ഞകളുണ്ടെങ്കിലും റോസുകളാണ്. കുറച്ച് റൗണ്ടിൽ അവർ കയറിയിട്ടുണ്ട്. റൗണ്ടിൽ അവരും അതുപോലെ തന്നെ തങ്ങളുടെ വർക്കുകൾ ക്ലിയർ ആക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ടീം വർക്ക് ഒന്നുകൂടി സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ അച്ചടക്കത്തോടും വളരെ പോലീസിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാൻ അവർ പ്രാപ്തരായി കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിലും ജനങ്ങൾ അങ്ങനെ ബാലവൃദ്ധം, അതായത് സെൽഫിയുടെ കാലഘട്ടം എന്നൊക്കെ പറയുന്ന പോലെ, സെൽഫിയുടെ കാലഘട്ടമാണത് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു ഞാനും അവിടെ നിന്നിട്ടിങ്ങനെ ജനങ്ങളിൽ ഒരാളായിട്ട് എനിക്കും ഈ നമ്മുടെ പുലിക്കളി കാണാൻ പോകാൻ പറ്റി, നമ്മുടെ തൃശ്ശൂർ കാണാൻ പറ്റി, നമ്മുടെ ആൾക്കാരെ കാണാൻ പറ്റി. ഇതെന്തു ടെസ്റ്റാ എന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ആ വീണ്ടും അങ്ങനെ അത് റൗണ്ടിൽ കൂടി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവർ ഇപ്പോഴും വളരെ, അതായത് എനിക്ക് തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അക്ഷമരായിട്ട് നിന്നുകൊണ്ട് തന്നെ ആ ഒരു രംഗം, ആ ഒരു ചടങ്ങ് വളരെ മനോഹരമായിട്ട് നടത്താൻ അവരെ കൊണ്ട് സാധിച്ചു. അല്ലെങ്കിൽ അത് യാതൊരു വിഷയങ്ങളില്ലാതെ, വല്ല പ്രശ്നങ്ങളില്ലാതെ ഒരു ആംബുലൻസ് പോകുന്നത് കണ്ടു എന്നല്ലാതെ വേറെ റൗണ്ടിലേക്ക് വലിയ വണ്ടികളൊന്നും പോയി നമ്മൾ കണ്ടില്ല. ടാബ്ലോസുകളാണ് പിന്നീട് കണ്ടത്. ടാബ്ലോസും അവരും വളരെ നിശ്ചല ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിശ്ചലരായിട്ടിരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. കണ്ണ് വരെ ചിമ്മാൻ പാടില്ല എന്നാണ് ജഡ്ജസ് പറയുക. അങ്ങനെ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു കണ്ണ് ചിമ്മുന്നൊക്കെ ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് ചിമ്മിയില്ലെങ്കിൽ നമുക്കൊരു മിനിറ്റിലധികം ഇങ്ങനെ കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കണം. ഞാൻ ആളെ നോക്കിയപ്പോൾ കുറച്ച് ഒരാളിരുന്നു. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു റിലാക്സ് ചെയ്തോളം പറഞ്ഞു. അപ്പോൾ നമ്മൾ വിയൂരിൻ്റെ 3ാമത്തെ സംഘത്തിൻ്റെ കൂടെ വീണ്ടും യാത്ര തിരിക്കുകയാണ്. അവരുടെ ആ ഒരു രാജസിംഹാസനം പോലെ നമ്മുടെ ഇപ്പുറത്ത് നമ്മുടെ എന്തെന്നാ ആളെ പറയാം, നമ്മുടെ ആളുടെ പേര് ഞാൻ മറന്നു. അതിൽ തിരുപ്പതിയാണ് സെൻട്രലിൽ നിൽക്കുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ സുഗ്രീവൻ അല്ലെങ്കിൽ ഹനുമാനാണ്. ഹനുമാൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ട്. ടേബിളുകൾ ഒരു രാജാവിന് അപ്പുറത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ജനങ്ങൾ വീടടക്കം, അതായത് ഫാമിലിയൊക്കെ, അതായത് പോലീസൊക്കെ നല്ല വനിതാ പോലീസിനെ കണ്ടപ്പോൾ അവർ വളരെ ശക്തമായിട്ട് തന്നെ ഇടപെടുന്ന ഒരു കാഴ്ച കണ്ടു. സ്ത്രീകളൊക്കെ വെറുതെ കൂട്ടം കൂടി ഉള്ളിൽ ചെന്ന് നിന്നിട്ട് അവരെ ശല്യപ്പെടുത്തുന്നാൽ ഇപ്പോൾ സ്ത്രീകളുടെ ഒരു വിചാരമുണ്ട് ഇതിൻ്റെ തിക്കും തിരക്കിലും പെട്ടിട്ട് എന്തും പറയാം. അപ്പോൾ അതിനൊരു ഇട കൊടുക്കാതെ ഇതിപ്പോൾ ഒരു കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോർപ്പറേഷൻ്റെ മാലിന്യ സംസ്കരണം, അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം കൂടി നടത്തുന്ന ഒരു കാഴ്ചയാണ്. അതിൽ കുറേ സ്ത്രീകളും അതുപോലെ തന്നെ ഒരു പോലീസ് വ്യൂഹം, ഒരു നമ്മുടെ ഫയർഫോഴ്സ് റെസ്ക്യൂ ടീം എല്ലാവരും അവിടെ സജ്ജരായിട്ടിരിക്കുന്നുണ്ട്. ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുക, മറ്റേ പോലീസിൻ്റെ ഒരു എസ്കോർട്ട് വാഹനങ്ങളായിട്ട് ആരൊരു പ്രചരണം നടത്തുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പോലീസ് ഓഫീസേഴ്സും മറ്റുള്ള ചീറ്റ വണ്ടികളും ഒക്കെ ഉണ്ട്. ഞാനങ്ങനെ മെല്ലനെ സെൻറ്ററിൽ കൂടെ കയറി തേക്കിങ്കാട് വഴി ബൈപ്പാസ് വഴി എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഒക്കെ കാണാം.